ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള് വെച്ച് തയ്യാറാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എൻ്റെ ഇന്നത്തെ ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ്. 200 ഗ്രാം അളവിലാണ് ഞാൻ ഈ എള്ള് എടുത്തിട്ടുള്ളത്. ഇനി ഈ എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും എള്ളിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരകിയതാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ഒരു നല്ല സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 100 ഗ്രാമിൻ്റെ കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ജാറിലുള്ളത് മുഴുവനായിട്ടും അരിപ്പയിൽ പറ്റത്തില്ല. അതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. ഇനി മാറ്റിവെച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കുവാണ്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈവച്ച് നല്ലോണം മുറുക്ക പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുത്ത ശേഷം ഒരു പ്രാവശ്യം കൂടെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം അളവിൽ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ശേഷം ഇതിലേക്ക് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ച മിക്സ് ഇതിലേക്ക് മുഴുവനായും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയാവും. ഇപ്പോൾ ഇത് വേവുന്നതിനുള്ള സമയമായി. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടോടെയോ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.